ആയുർദർശൻ ആയുർരേഖയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വടകര തിരുവള്ളൂരിലെ ആയുർദർശൻ ആശുപത്രിയിലെ ഡോക്ടർ ആര്യമിത്രയാണ് നമ്മുടെ അതിഥി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറോട് നമുക്ക് ചോദിച്ചറിയാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രസവരക്ഷയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സാധാരണയായിട്ട് നമ്മളൊരു 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രോപ്പറായിട്ടുള്ള പ്രസവരക്ഷ എന്ന് പറയുന്ന ഇത് കംപ്ലീറ്റ് ആവുന്നത്. അതിൽ 1-ാം ഘട്ടം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള വേദനകളൊക്കെ കുറയണം, അതായത് ഗർഭാശയ ശുദ്ധി വരണം. 2-ാം ഘട്ടം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഗർഭാശയ മസിലുകളെ ശക്തിപ്പെടുത്തണം. 3-ാം ഘട്ടം എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള മുലപ്പാൽ ഉണ്ടാവണം, അതായത് ന്യൂട്രീഷൻ മരുന്നും കാര്യങ്ങളും ചികിത്സാക്രമങ്ങളും എല്ലാം. ലോഷൻ, ക്രീം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന എപ്പോഴും മാക്സിമം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്ത രീതിയിലുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ സ്മെല്ലുള്ളത്, കൂടുതൽ കളറുള്ളത് അതൊന്നും കുഞ്ഞുങ്ങൾക്ക് സേഫ് അല്ല. അപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ അത് കുഞ്ഞിന് പിന്നീട് റാഷസ് പോലെയുള്ളത് അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചും കൂടെ റഫ് ആവാനൊക്കെ സാധ്യതയുണ്ട്.